നമസ്കാരം. ഞാൻ അയ്യവർ മഠം പ്രവീൺ മഠാധിപതി. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്ണുമായ സ്വാമി കൂടിയുള്ളപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യം. നിരവധി ആൾക്കാർ എനിക്ക് ഫോണിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നവരും വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരും വിഷ്ണുമായ സ്വാമി കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വാമി ഉണ്ടെങ്കിൽ ഒരു 5 അടയാളങ്ങളിലും നമുക്കുണ്ടാവും. ഒരു നല്ലൊരു ഭക്തൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്ന ആ 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ 5 കാര്യങ്ങളിൽ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമിയെക്കുറിച്ചുള്ള ചിന്തനകൾ കൂടും, ഭയഭക്തി സ്വാമിയിൽ കൂടുതലായിരിക്കും. സ്വാമിയുടെ പാട്ടുകൾ വളരെ കേൾക്കുവാനും നമ്മൾ നാവിൽ നിന്ന് ഉരുവാടാനും നമുക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും. സ്വാമിയുടെ നാമം ഉരുവിടുമ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഉന്മാദം തീർച്ചയായും നമ്മുടെ മുഖത്ത് അത് ഉണ്ടായിരിക്കും. സന്തോഷം, നമുക്ക് കിട്ടാത്ത ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ച് കഴിയുമ്പോൾ ആ ദീപത്തിൻ്റെ വെളിച്ചം തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വലിയൊരു സൂര്യോദയം പോലെ ആയിരിക്കും. ആ വയ്ക്കുന്ന നിലവിളക്കിലുണ്ടല്ലോ, ആ ഭഗവാൻ നിറഞ്ഞിരിക്കുന്ന ആ സൂര്യ തേജസ് തന്നെയായിരിക്കും ഭഗവാൻ. ഭഗവാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അടുത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അരികിൽ വന്ന് നമ്മൾ ആരോ ഒരാൾ വിളിക്കുന്നു, സ്പർശിക്കുന്നു എന്ന കാര്യവും നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതിലുപരി നമ്മുടെ കുടുംബത്ത് ഇത്ര നാളും നമ്മൾ നിന്ന ആ കുടുംബത്തിലുള്ള സന്തോഷം ഏറ്റവും കൂടുതൽ സ്വാമി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് സന്തോഷം. പരബ്രഹ്മമൂർത്തിയെ നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുവാൻ നമുക്ക് വേണ്ട യോഗ്യതകൾ ഇത്രമാത്രമായിരിക്കും. നല്ല മനസ്സ്, നല്ല ഭക്തി, ദൈവത്തിനോട് അമിതമായ ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുവാനും ഉപാസിക്കുവാനും ഏറ്റവും വലിയത് വേണ്ടത് ഭക്തി തന്നെയാണ്. വിഷ്ണുമായ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.